Hi guys, welcome back to the another episode of Kothamangalam to Umling. So, അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയായി. സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. സോ കോതമംഗലത്തിന് തന്നെ ഐതിഹ്യമായ ചെറിയപള്ളിയുടെ മുൻപിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. സോ നമ്മുടെ കൂടെ വരുന്നവരാണ് സജിൽ, അതിലേട്ടൻ, ആൻലിയ. അപ്പോൾ എങ്ങനെ വിടുവല്ലേ? പോയേക്കാം. സോ അപ്പം അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരിയാച്ചനും എൽദോബായും എല്ലാവരും നമ്മുടെ യാത്ര അയക്കാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ആദ്യം ഒന്ന് ഇറങ്ങി, പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന് ഓർത്ത് നേരെ പള്ളിയിലേക്ക് വന്നാണ്. പോയേക്കാം. ടാ എൽദോബായ്, ടാ കൂട്ടുവരാം. ലഗേജുകളെല്ലാം നമ്മൾ നേരെ വണ്ടിയുടെ ബാക്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. യാത്ര നമ്മൾ നേരെ കോതമംഗലത്ത് നിന്ന് ആരംഭിക്കുകയായിട്ടുണ്ട്. നമ്മൾ നേരെ ഏകദേശം കോയമ്പത്തൂർ വന്ന് കോയമ്പത്തൂരിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ കോയമ്പത്തൂർ സേലം റൂട്ടിലാണ്. ആൻഡ് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ നമ്മൾ അടുത്ത് ബാംഗ്ലൂർക്കുള്ള ഒറ്റ സ്ട്രെച്ച് പോവാണ്. ആക്ച്വലി നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും വരുന്നത് ഷിംലയിലാണ്. കാരണം കേരള ടു ഷിംല വരെ ഒറ്റ സ്ട്രെച്ചിലാണ് നമ്മൾ എന്തായാലും പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് ഈ ഒരു യാത്ര ഇങ്ങനെ തന്നെ തുടരാം. സോ അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ഒരു 573 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് ബാംഗ്ലൂർ സിറ്റിയൊക്കെ കഴിഞ്ഞ് ഔട്ടർ സ്കേർട്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഫ്യൂൽ സ്റ്റോപ്പിന് വേണ്ടി എത്തിയേക്കുമാണ്. HP പമ്പിലാണ് എത്തിയേക്കുന്നത്. സോ അങ്ങനെ ചെറിയൊരു ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ എണീറ്റ് കണ്ടു തുറന്നപ്പോൾ നമ്മൾ വലിയൊരു ഹൈവേയിലാണ് നിൽക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയുടെ ഏകദേശം പകുതിയോളം എത്തിയിട്ടുണ്ട്. കർണൂൾ എന്ന് പറഞ്ഞ സ്ഥലം എത്താനായിട്ട് ഇനി ഏകദേശം ഒരു 50 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ ഒരു ഫുഡ് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്, കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം 12:51 ആയിരിക്കുവാണ്. അപ്പോൾ നമ്മൾ നേരെ ഹൈദരാബാദ് ടൗൺ കയറാണ്ട് നെഹ്റു റിംഗ് റോഡ് വഴി നേരെ നാഗ്പൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാറി മാറി ഉറങ്ങി എണീറ്റൊക്കെ ഇരുന്ന് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും റിംഗ് റോഡ് കാണാൻ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൈഡിലൊരു ട്രാക്ടർ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു ട്രെയിലർ വോൾവോയുടെ ആണ്. വോൾവോ FM 420 ആണ് ഈ പോകുന്നത്. അയ്യവാ, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞ് ഒരു രക്ഷയില്ല. ഏകദേശം 420 HP ഹോഴ്സ് പവറും അതുപോലെ തന്നെ 2100 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കുമുള്ള വോൾവോ FM 420 ആയിരുന്നു. അത് അടിപൊളി ട്രക്കാണത്. അപ്പോൾ എന്തായാലും ഇതുപോലെ നമുക്ക് പല പല വാഹനങ്ങൾ ഈ ഒരു യാത്രയിൽ സ്പോട്ട് ചെയ്യാനായിട്ടും സാധിക്കും. സോ ഓരോ വാഹനങ്ങളായിട്ട് പോണ വഴിക്ക് നമുക്കിങ്ങനെ സ്പോട്ട് ചെയ്ത് നോക്കാം. സോ അങ്ങനെ നമ്മുടെ യാത്ര നേരെ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു.
അടിപൊളിയായിട്ടുള്ള ഒരു നെഹ്റു റിംഗ് റോഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ഒരു ഡെവലപ്പിംഗ് സിറ്റി എന്ന് പറയാൻ സാധിക്കും. കുറേ ഫ്ലാറ്റുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ദൂരെയായിട്ട് നമുക്ക് ഒത്തിരി ഫ്ലാറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു നെഹ്റു റിംഗ് റോഡ് കിട്ടുന്നത്. ഈ ഒരു സ്ഥലമൊക്കെ കണ്ടു. ഇവിടെ ആക്ച്വലി പുതിയ പുതിയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ IT ഓഫീസുകളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു ടെക്നോ സിറ്റി എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എക്സ്പ്രസ് വേ വഴി ആഗ്രയിൽ നേരെ ഡൽഹിക്ക് ഇന്നർ സർക്കിൾ റോഡ് വഴി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ് ഒരു എക്സ്പ്രസ് വേയുടെ വണ്ടി ഓടിച്ച് പോകാനായിട്ട്. കാരണം എല്ലാ വാഹനം ഏകദേശം ഒരു 120 km/h മിനിമം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് വേണ്ടതും ഇതുപോലത്തെയൊക്കെ റോഡുകളാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടത്. വണ്ടി അങ്ങ് എൻജോയ് ചെയ്ത് അങ്ങ് ആസ്വദിച്ച് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും നമുക്ക്. കേട്ടോ, ഫ്രണ്ടിൽ പോണ വണ്ടിയൊക്കെ തന്നെ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കറന്റ് വി ആർ ഓൾസോ ക്രൂസിംഗ് അറ്റ് 130 km/h. അപ്പോൾ ഇന്നലെ രാത്രി മുഴുവനും സച്ചിനും ഞാനും അതിലേട്ടനൊക്കെ ഫൈനലിമാരും എല്ലാവരും ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ എല്ലാവരും പകുതി പേര് കിടക്കുന്നു, പകുതി പേര് എണീറ്റിരിക്കുന്നു. അങ്ങനെ മാറി ഷിഫ്റ്റ് ചെയ്താണ് ഓടിക്കുന്നത്. കാരണം നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഷിംല എത്തിയിട്ടാണ് ഫസ്റ്റ് സ്റ്റേ എടുക്കുന്നത്. സോ എല്ലാവരും ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടിക്കകത്ത് തന്നെ ഉണ്ട് എല്ലാവരും. എന്നാലും ഈ ഒരു എക്സ്പ്രസ് വേ കൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ വേറൊരു മൂടാണ്. ഈ ഒരു അത്യാവശ്യം ഹൈ സ്പീഡ്സിലും ഇപ്പോൾ നമ്മളൊരു 140 km/h പോകുന്നെങ്കിലും ഫോർച്യൂണറിൻ്റെ സ്റ്റെബിലിറ്റി അപാരം തന്നെയാണ്. വണ്ടി കൈവിട്ടൊന്നും പോകുന്നൊന്നുമില്ല. അങ്ങ് എൻജോയ് ചെയ്ത് അങ്ങ് ക്രൂയിസ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അയ്യോ, ഒരു 137 km കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രസ് വേന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എക്സിറ്റ് വരുന്നത്. സോ അതുവരെ ഈ ഒരു ഒറ്റ റോട്ടിൽ തന്നെ എൻജോയ് ചെയ്ത് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. നമുക്ക് പോകാനായിട്ട് സാധിക്കും. സ്റ്റിൽ ഈ ഒരു 170 ക്രൂസ് ചെയ്ത് പോയിട്ടും ഈ വാഹനത്തിനകത്തുള്ള ആരും തന്നെ എണീറ്റിട്ടില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയുണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ. അതാ എല്ലാവരും പഴയ പോലെ തന്നെ കിടന്ന് നല്ല ഉറക്കമാണ്. ആക്ച്വലി ഞാൻ മാത്രമാണ് ഈ ഒരു യമുന എക്സ്പ്രസ് വേ എൻജോയ് ചെയ്ത് ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങ് കാല് കൊടുത്ത് പോകാൻ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ വഴി നമ്മുടെ കൺമുന്നിൽ കിടക്കുവാണ്. സ്റ്റിൽ ഒറ്റ പ്രസ്സിൽ വണ്ടി നേരെ ഷിഫ്റ്റ് ചെയ്ത് നേരെ കയറി പൊക്കോളും. എണീറ്റോ? വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി കാരണം എണീറ്റതാണോ അതോ ഉറക്കം മാറിയപ്പോ എണീറ്റതാണോ? ആക്ച്വലി നമ്മൾ ഈ സംസാരിക്കുന്ന ഒച്ച മാത്രമേ ഉള്ളൂ. വണ്ടി ആക്ച്വലി നല്ല സൈലന്റ് ആയിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ ഒരു 170-180 km/h.
feel the waves cut through me, hypnotized by the sounds of. അപ്പൊ അങ്ങനെ നേരെ നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിമാചൽ പ്രദേശിന്റെ സ്റ്റേറ്റ് ബോർഡർ ആണ്. അപ്പൊ അങ്ങനെ നമ്മള് ഹിമാചൽ പ്രദേശ് എത്തിയിരിക്കുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന കാഴ്ചകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ മൂഡായിരിക്കും, വേറെ ലെവലായിരിക്കും. കൺമുന്നിൽ ഇതാ ഈ മലനിരകൾ നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് നമ്മുടെ മുൻപിൽ നിൽക്കുവാണ്. എക്സൈറ്റ്മെന്റിന്റെ പീക്ക്, ഇതാ രോമാഞ്ചം വരുമെന്ന് പറയില്ലേ, എന്റെ പൊന്നെ, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. The mountains are calling. Yes, ഇവിടെ ഷിംലയ്ക്ക് ഏകദേശം 85 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോയി സ്റ്റേ ചെയ്യുന്നത് ഷിംലയിലാണ്. സോ അവിടെ വരെയും ഒരു 85 കിലോമീറ്റർ കൂടി നമുക്കൊരു അടിപൊളി യാത്രയും കൂടി ഉണ്ട്. കാണുന്തോറും എക്സൈറ്റ്മെന്റ് കൂടി വരുവാണ്. ഓരോ സ്ഥലങ്ങളും ഓരോ വളവ് തിരിയും തോറും നമ്മുടെ മുന്നിൽ പുതിയൊരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു മൗണ്ടൻസ് റൂട്ടിൽ, ഈ ഒരു ഗട്ട് റൂട്ടിൽ സമ്മാനിക്കുന്നത്. സോ അങ്ങനെ ഇവിടുത്തെ ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 7:30 മണിയായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ 7:30 മണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ ഇരുട്ടാവുമല്ലോ. പക്ഷേ ഇവിടെ ഹിമാചൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 5 മണിയുടെ ഫീലിലാണ് ഇവിടുത്തെ ഒരു 7:30 മണി എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഞങ്ങളൊന്ന് വണ്ടിയൊന്ന് ഒതുക്കി, ഇനി ഇവിടുത്തെ 80 കിലോമീറ്റർ കൂടി പോകാനായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഫുഡൊന്ന് കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് എല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് ഹാൾട്ട് ചെയ്യാൻ വന്ന് നിർത്തിയേക്കുവാണ്.